ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദുബായ് ട്രിപ്പിന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ മെയിൻലി ദുബായ് ഫ്രെയിമും അതേപോലെ ഗ്ലോബൽ വില്ലേജും ഇത് രണ്ടും കാണണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പൊ സമയം ഏകദേശം 1 മണി കഴിഞ്ഞുട്ടാ ഗൈസ്. ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നപ്പോ, രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് ഉറങ്ങിയത്. അവിച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഉറങ്ങാനായിട്ട് നേരം പോയി. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം എന്തൊക്കെയാണ് നമ്മൾ കഴിച്ചത് എന്നുള്ളത്. അപ്പൊ ഇനി നമ്മൾ എന്തായാലും ഇന്ന് ഊബർ വിളിച്ചിട്ട് ദുബായ് ഫ്രെയിമിലേക്ക് പോകണം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം അല്ലേ. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോട്ടലിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഞങ്ങൾ ഈ വട്ടം ഫുഡ് കഴിച്ചു. വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി നേരം വൈകി കിടന്ന കാരണം കൊണ്ട് നല്ലപോലെ വിശന്നിട്ടായിരുന്നു ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ മുഖത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉറക്കക്ഷീണം കാണുന്നുണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ക്യാബും വിളിച്ച് നേരെ ദുബായ് ഫ്രെയിമിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുൻപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ഞാൻ ഇവിടുന്ന് വരണേക്കാളും മുൻപേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് നമ്മൾക്ക് എല്ലാവരുടെയും ഇങ്ങനെ കാണിച്ച് പോയാൽ മതി. മുത്തുണ്ണിപ്പോൾ ആ ടിക്കറ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്ത് ബുക്ക് ചെയ്താലും അതെല്ലാം മുത്തുണ്ണിയുടെ പേരിൽ തന്നെ ബുക്ക് ചെയ്യാറ്. മുത്തുണ്ണി പറയാറുണ്ട്, എന്തെങ്കിലും കേസ് വന്നാൽ നീ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേടി അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അത് സത്യമാണ്. എന്നുണ്ടെങ്കിലും എല്ലാം ഞാൻ ദുബായിയുടെ പേരെടുക്കാറ്, മുത്തുണ്ണിയുടെ പേരിലാണ് എടുക്കാറ്. എന്താ മുത്തേ? ശരിക്കും ഇത് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ദിവസം ഫുള്ളും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം, അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് 8 മണി തൊട്ട്, രാവിലെ 8 മണി തൊട്ട് നമുക്ക് കയറാനായിട്ട് പറ്റും. ആ കാരണം കൊണ്ടാണ് ശരിക്കും ഞങ്ങൾ ഉറങ്ങിയത് കുറച്ച് നേരം. അപ്പോൾ നമുക്ക് ദുബായ് ഫ്രെയിം കാണാൻ പോവാം അല്ലേ. ശരിക്കും ഇവിടെ എല്ലാവരുടെയും ടുട്ടുമൊയില് വഴി കാണിക്കാനാണ് കേട്ടോ. കാരണം കറങ്ങി തിരിഞ്ഞ് വേണം നമ്മൾ വരാനായിട്ട്. ക്യൂവും കഴിഞ്ഞ് നമ്മൾ അടുത്തെത്തി കഴിഞ്ഞപ്പോഴാണ് സംഭവം ഒരു കൂറ്റൻ ബിൽഡിംഗ് ആണെന്ന് മനസ്സിലായത് കേട്ടോ. അകലിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങ് തോന്നില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ പഴയ കച്ചവട രീതികളാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അതായത് ഓൾഡ് സൂക്ക്, പിന്നെ ഗോൾഡ് സൂക്ക്, അങ്ങനെ കുറേ സൂക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് അവരെ കച്ചവടങ്ങൾ നടന്നിരുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ ഡെമോയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യക്കാർക്കും ഇവിടെ ഭയങ്കര പ്രാധാന്യമുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും നമ്മുടെ ഇന്ത്യൻ്റെ ഓരോ സിമ്പിൾസ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾ ഇവരുടെ എയർപോർട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വന്ന് കിടക്കുന്നതിൻ്റെ ഒക്കെ വിഷ്വൽസ് ഒക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഇറ്റാലിയൻ ഫ്രണ്ട് ദുബായ് വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞത്, ദുബായിൽ എല്ലാവരും വെർട്ടിക്കലായിട്ടാണ് ഗ്രോ ചെയ്യുന്നത്, പക്ഷേ യൂറോപ്പ് എപ്പോഴും ഹൊറിസോണ്ടലായിട്ടാണ് ഗ്രോ ചെയ്യുക എന്നുള്ളത്. ആദ്യം എനിക്കിതിൻ്റെ ഒരു അർത്ഥം പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ദുബായിൽ എപ്പോഴും ഇങ്ങനെ കൂറ്റൻ ബിൽഡിങ്ങുകൾ, അതേപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വളരുകയാണ് ചെയ്യുന്നത്. പക്ഷേ യൂറോപ്പിൽ എപ്പോഴും മാക്സിമം ബിൽഡിങ്ങൾക്ക് ഒരു 10 നില അല്ലെങ്കിൽ ഒരു 12 നിലയൊക്കെയാണ് മാക്സിമം കാണുള്ളൂ. ഇവിടുത്തെ ഒരു ഐഡിയൽ ബിൽഡിങ്ങുകളുടെ വലിപ്പം എന്ന് പറയുന്നത് 5 നില 6 നിലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ യൂറോപ്യൻസിന് അവിടെ പോകുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് അനുഭവം ആണല്ലോ. അപ്പോൾ അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് കണ്ടപ്പോഴും ശരി തന്നെയാണ്. നമ്മൾക്കിപ്പോൾ ഒരു സ്ഥലം കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ ലിഫ്റ്റൊക്കെ കയറി കുറേ നിലകളുടെ മുകളിലേക്ക് എത്തണം. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു. ലിഫ്റ്റൊക്കെ കയറി കുറേ നിലകൾക്ക് മുകളിലെത്തിയതിന് ശേഷമാണ് നമ്മളിവിടെ എത്തുന്നതല്ലോ. അപ്പോൾ ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്കിങ്ങനെ അടിയിലേക്ക് ഗ്ലാസ് ആണ്, അതായത് അടിഭാഗം മുഴുവൻ ഗ്ലാസ് ആണ്. സോ നമുക്ക് അടിഭാഗത്തേക്ക് കാണാനായിട്ട് പറ്റും. സോ ആദ്യം നമുക്കിവിടെ നടക്കുമ്പോൾ നമുക്കൊരു വെപ്രാളവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും നടന്ന് പിന്നെ നമുക്ക് സാധാരണ ഒരു ഫ്ലോറ് പോലെ തന്നെ തോന്നി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആകെ കാണാനായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബുർജ് ഖലീഫയും അതേപോലെ ആ ടൗണും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ നാട്ടിൽ പോയിട്ട് ഞാൻ ഈ വട്ടം പൊതിച്ചോറ് കഴിച്ചില്ല. പക്ഷെ നമ്മൾ ദുബായിൽ നിന്ന് പൊതിച്ചോറ് കഴിക്കുകയാണ്. അത് മീൻ വറുത്തതും പിന്നെ ഇതേതാ അവിയലും പിന്നെ ക്യാബേജും പിന്നെ അച്ചാറ്, പപ്പടം, പിന്നെന്താ ഇത് ചമ്മന്തി, തേങ്ങ ചമ്മന്തി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. മുത്തിൻ്റെ കാര്യത്തിൽ പീര, ഇത് നത്തോലി പീരയാണ്. പിന്നെ ഇത് ചട്ടിച്ചോറ്, മുത്തിന് ചിക്കൻ ചട്ടിച്ചോറാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ ഫുഡ് കഴിച്ചേട്ടാ വന്നേന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം?
സംഭവം ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരിയാണ്. കാണാൻ നല്ല ടെക്സ്ചർ ഉണ്ട്. നല്ല രസമുണ്ട്. അതെ, ഞാനൊരു ഉരുള കഴിക്കണത് കൊതിപ്പിച്ചെടുത്തോട്ടാ. കൊതിപ്പിച്ച് കഴിക്കാവേ. അത് കുറച്ച് മീൻ വെക്കുന്നത് ഇടും. നല്ല പൊതി ശരിയാവുള്ളൂ. ഇത് കാന്താരി പോലത്തെ എന്തോ സാധനമാണ് ഇത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുലുക്കി സർവത്ത് ഉണ്ടായിരുന്നു കേട്ടോ, മിളകൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടി ഒരെണ്ണം പറഞ്ഞു. നാട്ടിൽ നിന്ന് അതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നല്ല എരിവായിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ള് കുടിച്ച് തീർക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതും കൊണ്ടിട്ടാണ് നമ്മൾ നേരെ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയത്. സൂര്യാസ്തമയ സമയം തൊട്ടിട്ടാണ് ഇവിടെ ശരിക്കും ആക്റ്റീവായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ ആൾക്കാർ മുഴുവൻ പോകണ കാണുന്നില്ലേ നിങ്ങൾ? ഒരു ജനപ്രവാഹമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ എത്ര അധികം ആൾക്കാരുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പല ഗേറ്റുകളുണ്ട് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ കയറിയത് ഈ ഗേറ്റിൽ കൂടെ ആയിരുന്നു കേട്ടോ. വേറൊരു ടിപ്പും കൂടി ഞാൻ പറയാം. നിങ്ങൾ ഗ്ലോബൽ വില്ലേജ് പ്ലസ് മിറാക്കിൾ ഗാർഡൻ്റെ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓഫ് ഉണ്ടായിരിക്കും. സോ ആ കാശ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടൂറിസ്റ്റുകളായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് എടുത്താൽ മതിയേ. ഇനി നമ്മൾ നേരെ പോയത് നമ്മുടെ ഇന്ത്യയുടെ സ്റ്റോളിലേക്കായിരുന്നു. ശരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് എനിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഒരു വൈബല്ല തോന്നിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ നോർത്ത് ഇന്ത്യ ഒക്കെ എങ്ങനെയായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ അധികം ഒന്നും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എവിടം കൊണ്ടോ നമ്മുടെ പിങ്ക് സിറ്റിയുടെ ഒരു രൂപസാദൃശ്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോളിൻ്റെ ആ ഒരു ഇതൊക്കെ മേക്കിംഗ് ഒക്കെ. ഇതായിരുന്നു മെയിൻ എൻട്രൻസ്. നമ്മൾ സൈഡ് എൻട്രൻസിൽ കൂടെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും എനിക്ക് തോന്നണം നമ്മുടെ സ്റ്റോളാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ഏറ്റവും വലിയ സ്റ്റോള്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ മിറാക്കിൾ ഗാർഡൻ്റെ തന്നെ ഒരു ചെറിയ രൂപവും കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവിടെയുള്ള അതേ പൂക്കൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഷേപ്പിലും കാര്യത്തിലൊക്കെ. എങ്ങനെയുണ്ട്? കാൻഡിയുടെ പുളിയും മധുരക്കുള്ള ഒരു കോട്ടിങ്. കൊള്ളാം കൊള്ളാം. എന്താ പുളി കൂടല്? തണുപ്പുണ്ടോ അതിന്? ഓ, നമ്മളിപ്പോൾ ഇറാനിയൻ്റെ ഇതിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് കാർപ്പറ്റ്സ്, പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ് ഭയങ്കര രസമുണ്ട്, ഭയങ്കര ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പാലസ്തീൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒച്ചയും ബഹളം. അന്ന് ഉള്ളിൽ എന്താണെന്ന് നോക്കിയാലോ. ഇവിടെ എല്ലാ സ്റ്റോളുകളിലും അവരവരുടെ റീജിയനിൽ നിന്നുള്ള ഓരോ കലാപരിപാടികളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇവരുടെ അവിടെ നിന്നുള്ള ഒരു ഡാൻസ് പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെയുള്ള സ്റ്റോളുകളൊക്കെ ഒന്ന് നോക്കി കണ്ടു. ഇവിടെയും ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറേബ്യൻ രീതിയിലുള്ള സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ ചൈന കാണാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാലസ്തീനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾക്ക് ലഞ്ച് ചൈനയിൽ നിന്ന് കഴിക്കാം. എന്തൊക്കെയാല്ലേ, ഒരു സ്ഥലത്ത് തന്നെ ഒരുവിധം എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് ഇവിടുത്തെ വേറൊരു സെറ്റപ്പാണ് കേട്ടോ. നമ്മൾ ടിക്കറ്റ് വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു പാസ്പോർട്ട് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ആ പാസ്പോർട്ട് ഇങ്ങനെ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റാമ്പ് ചെയ്യാം. അപ്പോൾ എത്ര രാജ്യങ്ങൾ കണ്ടു എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റാമ്പ് ചെയ്യരുത് എന്നുള്ളത്. കാരണം ഇത് ജസ്റ്റ് ഫോർ എ ഫണ്ടിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഒറിജിനൽ പാസ്പോർട്ടിൽ കൊണ്ടുവന്ന് ഇതിൽ സ്റ്റാമ്പ് അടിക്കുന്നത് ശരിയല്ലല്ലോ. അതേപോലെ ഇവിടെ ചൈന പ്രൊഡക്ട്സിന് അത്ര വില കുറവൊന്നുമില്ല. നമ്മൾ ചൈനീസ് ഐറ്റംസ് അല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നു വേണ്ട. നമ്മളൊരു മാംഗോ കപ്പ് വാങ്ങിച്ചതിന് 25 കേട്ടോ. അപ്പോൾ നാട്ടിലെ ഏകദേശം ഒരു 500-700 രൂപയുടെ ഒക്കെ അടുത്ത് വരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. എന്തോരം ഉണ്ട് നോക്കിയേ. എന്നാലും എനിക്ക് കൊതി മൂത്ത് ഞാൻ വാങ്ങിച്ചതാ. ഞങ്ങൾ കഴിച്ചു. പക്ഷേങ്കിൽ
വിചാരിച്ചത്രയും മധുരമില്ല, സാധാ മാങ്ങ തന്നെ. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും ഫുഡുകളും കിട്ടും കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഫുഡും ട്രൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ദാ ഈ ഒരു ചേട്ട 2 കുട്ടികളുടെ പിക്ചർ വരയ്ക്കുന്നത് കണ്ടത്. അടിപൊളിയായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മൾക്ക് അതവിടെ വരച്ചിരിക്കാൻ നേരമില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് അടുത്ത രാജ്യം പിടിച്ചാലോ. പിന്നെ ദാ നമ്മൾ ജപ്പാൻ കണ്ടു, കൊറിയ കണ്ടു, അങ്ങനെ പല പല രാജ്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടു പോവാണേ. ഞാൻ ഈ അടുത്താണ് നമ്മുടെ നാട്ടിലെ പെൺപിള്ളേർക്ക് കൊറിയൻ ബോയ്സിനോട് ഭയങ്കര ക്രഷാണ് എന്നുള്ള കാര്യം അറിഞ്ഞത് കേട്ടോ. എന്താ അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയോ? കുറെ കാലമായി ഈ വൈറൽ ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം കഴിക്കണമെന്ന് ഞാൻ വിചാരിക്കണേ. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ഈ ഗ്ലോബൽ വില്ലേജിലാണല്ലോ. അപ്പൊ അവിടെ കുറെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സാധനം ഉണ്ട്. ഇത് കണ്ടോടത്തോം കൊണ്ട് എനിക്ക് തോന്നുന്നത് കൊറിയന്റെ സാധനമാണ് എന്നുള്ളതാണ് കേട്ടോ. കുറെ നേരമായി നമ്മളാ വിചേട്ട ഇത് കഴിക്കാന്ന് പറഞ്ഞിരിക്കണേ. അവസാനം ആള് പറഞ്ഞു ഞാൻ ഈ മണ്ണ് വാരി തിന്നേണ്ട, എന്റെ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ വാ നമുക്ക് കഴിക്കാം പറയട്ടെ. ചേട്ടൻ പഠിച്ചു കേട്ടോ. റീൽസ് എടുക്കുമ്പോ നമ്മള് അടയ്ക്കും എടുക്കും, വീണ്ടും വ്ലോഗിൽ എടുക്കും, വീണ്ടും അടയ്ക്കും തുറക്കും. അപ്പൊ ഇത് പൊലിച്ചു പോവാ, കളവ് പോലെ അത് കഴിക്കട്ടെ കേട്ടാ. ഗൈസ് ഞാൻ കഴിച്ചു, എനിക്ക് വല്ലാത്ത അത്ര സംഭവം തോന്നിയില്ല. നമ്മുടെ മാംഗോ ബാറിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്, അതിന്റെ അത്ര പോലും ടേസ്റ്റ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല കേട്ടാ, വെറുതെ ആയി. ആരും വാങ്ങണ്ടാട്ടാ, ഒരു രസമില്ല. വേറെ ഒന്നുമില്ലെങ്കിൽ സൂപ്പർ സാധനം എന്നാണ് മുത്തുണി പറയുന്നത്. അങ്ങനെ മാംഗോയും കഴിച്ച് നമ്മള് യൂറോപ്പിലേക്ക് നടന്നു. നമ്മുടെ നെതർലാൻഡ്സ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയണല്ലോ. ഇനി നെതർലാൻഡ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വെക്കാനായിട്ട് കുറച്ച് ചീസും അതേപോലെ ബ്രെഡും മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാണിച്ചു തരാം ചേട്ടനെന്ന് പറഞ്ഞ് ഞങ്ങൾ ആളെയും കൊണ്ട് യൂറോപ്പിലേക്ക് നടന്നു. പക്ഷെ എത്ര നടന്നിട്ടും നമ്മുടെ നെതർലാൻഡ്സിന്റെ സ്റ്റോൾ കണ്ടില്ല കേട്ടോ. യൂറോപ്പിന് ഒറ്റ സ്റ്റോളേ ഉള്ളൂ. യൂറോപ്പ് ഒന്നും തന്നെ ഇല്ല ഗൈസ്. യൂറോപ്പ് വളരെ ശോകമൂകമാണ്. നമ്മുടെ നമുക്ക് ഇനി അങ്ങനെയാണോ പറയാ ആഫ്രിക്കനെ? ആണോ? മുത്തുണി ഇവിടെ എന്തോ ഭയങ്കരമായ തള്ളു നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്പ് പോരാ, നമ്മൾ ആഫ്രിക്കയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തത് കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ആഫ്രിക്ക തന്നെയായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, അവരുടെ ശരിക്കും അവരുടെ ഒതന്റിക് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയായിരുന്നു കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ അവിടുത്തെ ആൾക്കാർ തന്നെയായിരുന്നു അത് വിൽക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ബാക്കി എല്ലാ രാജ്യത്തും ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെ എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, ആ ഒരു രാജ്യത്തിൻ്റെ അത്രയും ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. ഇവിടെ കണ്ടോ നിങ്ങൾ, കറക്റ്റ് എന്താണോ ആഫ്രിക്കയിൽ ഉണ്ടാവുക, ഈ മൃഗങ്ങളും അവരുടെ ആ ഓരോ മുഖം മൂടികളും പിന്നെന്താ പറയുക ഫുൾ കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആഫ്രിക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആഫ്രിക്ക ഹൈലി റെക്കമെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അമേരിക്കയുടെ ഉൾഭാഗം ചെറുതായിട്ടൊന്ന് കണ്ടു. നമ്മൾ ഓൾറെഡി അമേരിക്ക പോയിട്ടുള്ളതാണല്ലോ. സോ ഇനി അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് കാണണ്ട എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അമേരിക്ക. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എന്താ ജനക്കൂട്ടം അങ്ങനെ ഒഴുകായിരുന്നു. നമ്മൾ വന്ന് കയറിയപ്പോൾ ഇത്ര ആൾക്കാരുണ്ടായിരുന്നില്ല കേട്ടോ. പൂവാറായപ്പോഴേക്കും ആൾക്കാരെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ വിചാരിച്ചു അതും കൂടി പോയി കാണാം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിൻ്റെ സൈഡിൽ നിങ്ങളൊരു പച്ചക്കളർ ഇങ്ങനെ ഒരു കൂടാരം പോലെ കാണുന്നില്ലേ, അത് ഓരോരോ ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. അപ്പോൾ അതും കണ്ടു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ കണ്ടു, ഞാൻ തടിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊക്കെ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ നാട്ടിൽ വരുമ്പോഴാണല്ലോ നമ്മൾക്ക് കൂടുതലും നമ്മുടെ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നാട്ടിൽ പോകുന്നതിനേക്കാളും മുമ്പ് എനിക്ക് ഇത്ര തടി ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ നല്ല തടിച്ചായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ലാസ്റ്റ് നമ്മൾ ബിരിയാണി കഴിച്ച് അപ്പോൾ അങ്ങനെ പിരിയുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.